നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഇൻ്ററല്ല, ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. യെസ്, ഇറ്റ്സ് നോട്ട് ഈസി. ഇത് ഇൻ്ററല്ല. കളിയാക്കുകയാണ് PSG-യെ. ഇവിടെ കിടിലനൊരു വിജയമാണ് ബൂട്ടഫാഗ നേടിയത്, സംശയമില്ല. കളി കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിന് പുറത്ത് അവരുടെ ആരാധകരുടെ ഒരു കൂട്ടം ചാൻറ്റ് ചെയ്യുന്നു. ആ ചാൻറ്റ് ചെയ്യുന്ന വീഡിയോയിലെല്ലാം ഉണ്ട്. അതിലവർ കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് ഇൻ്ററല്ല, അത്ര എളുപ്പമായിരിക്കില്ല കാര്യം. ഇറ്റ്സ് നോട്ട് ഈസി. ബൂട്ടാഫാഗോ ഈസ് നോട്ട് ഇൻ്റർ മിലാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരതിൽ ശബ്ദമുണ്ടാക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് ബൂട്ടഫാഗോയുടെ ആരാധകർ. ബ്രസീലിയൻ ടീമുകൾ ഈ വേൾഡ് കപ്പിൽ വളരെ ഇമ്പ്രസീവായിട്ടുള്ള സ്ക്വാഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് സാബി അലോൺസോയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ കാണുന്നതും. ഷോക്ക് കൊടുത്തിരിക്കുന്നു. ആർക്ക്? യൂറോപ്യൻ രാജാക്കന്മാർക്ക് തന്നെ. ഇത്തവണത്തെ യൂറോപ്പിൻ്റെ കിരീടം ചൂടിയ PSG-യാണ് തോൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ ആരാധകർ ഇത്തരത്തിൽ ആഘോഷിക്കാതിരിക്കുമോ? ഗ്ലോബോയൊക്കെ ഇത് വലിയ രൂപത്തിൽ വാർത്ത കൊടുക്കുന്നു. ഇറ്റ്സ് നോട്ട് ഈസി, ബൂട്ടാഫാഗോ ഈസ് നോട്ട് ഇൻ്റർ മിലാൻ, ഫാൻസ് പ്രൊവോക്ക് PSG ആഫ്റ്റർ ക്ലബ് വേൾഡ് കപ്പ് വിക്ടറി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുന്നു. യെസ്, ഇതിൽ ഇങ്ങനെ പറയാനൊരു കാരണം കൂടിയുണ്ട്. വമ്പന്മാരെ ഒന്നടങ്കം മുക്കിയിട്ട് വരുന്ന PSG-യാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ അവർ ഇൻ്റർ മിലാനെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 5 ഗോളുകൾക്കായിരുന്നു. 1-2 ഗോളുകൾക്കല്ല, 5 ഗോളുകൾക്ക്. ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിലോ അവർ അത്ലറ്റിക്കോ മാഡ്രിഡിന് കൊടുത്തു വിട്ടത് 4 ഗോളുകളായിരുന്നു. ബൂട്ടാഫാഗോ 5 ഗോൾ വാങ്ങുമോ 7 ഗോൾ വാങ്ങുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു പ്രധാന ചർച്ച. എന്നാൽ ബൂട്ടാഫാഗോക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ കൃത്യമായിട്ട് അവർ നടപ്പിലാക്കി. ചരിത്ര വിജയം അവർ സ്വന്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ടീമുകൾ കോമ്പീറ്റ് ചെയ്യാൻ തന്നെയാണ് അവിടെ വരുന്നത്. ക്ലബ് വേൾഡ് കപ്പ് വേർത്ത്ലെസ് ആണ്, ഒരു കാര്യവുമില്ല, വളരെ വൺ സൈഡഡ് മാച്ചസ് കാണാം എന്ന് പറഞ്ഞ യൂറോപ്യൻ ഫുട്ബോൾ വിദഗ്ധരുണ്ട്. അവരുടെ കണ്ണു തുറപ്പിക്കുന്ന പ്രകടനമാണിത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.